ഒരു മകന്റെ അവകാശത്തെയാണ് അവർ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത്. ഒരു വിഷയത്തിലും ഒരു ഫോളോ അപ്പ് ഇവിടെ ചെയ്യാറില്ല, അങ്ങനെ ശീലമില്ല. പക്ഷെ ധാർമ്മികമായിട്ട് ഈ ഒരു വിഷയത്തിൽ ചെയ്യണം എന്ന് തോന്നുകൊണ്ട് ചെയ്തു പോകുന്നതാണ്. എന്താണ് പറയേണ്ടതെന്ന് ആക്ച്വലി ഈ വിഷയത്തിൽ അറിയത്തില്ല. കാരണം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണെന്ന് ഈ ഒരു കേസ് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വിസിബിളി നമുക്ക് തെളിവായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 8 വർഷം മുമ്പ് സ്വന്തം ഭർത്താവിനെയും പിഞ്ചു കുഞ്ഞിനെയും ഇട്ടിട്ട് ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോയി അവിടെ ഒരു പുരുഷനായിട്ട് സ്നേഹബന്ധത്തിൽ ആയിട്ട് ആ കുഞ്ഞിനെ പോലും മറന്ന് ഈ പറയുന്ന വ്യക്തി അവളവിടെ ജീവിക്കുകയായിരുന്നു. എങ്കിൽ പിന്നെ അവനുമായിട്ട് ലൈഫ് ഷെയർ ചെയ്ത് അവൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവിടെ ജീവിച്ചാൽ മതി. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകഞ്ഞിട്ടാണോ എന്തോ സ്വന്തം കുഞ്ഞിനെ അന്വേഷിച്ച് വന്നിരിക്കുക, അതും 5-8 വർഷങ്ങൾക്ക് ശേഷം. ഓൾറെഡി സ്നേഹിച്ച് കല്യാണം കഴിച്ച വ്യക്തി എന്നെ ചതിച്ച് വേറൊരുത്തിൻ്റെ കൂടെ ജീവിക്കുന്ന വിഷയം അറിയാം. അതിൻ്റെ പേരിൽ പല വീഡിയോസ് ഫോട്ടോസ് ഇവർ തന്നെ അയച്ചു കൊടുത്തെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾ ആ മോന് വേണ്ടിയിട്ട് ജീവിച്ചു. വേറെ ആരെയും പറ്റിയല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഈയിടെ ആത്മഹത്യ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജീഷിനെ പറ്റി. ഈ രഞ്ജീഷിൻ്റെ സ്ഥാനത്തുണ്ടല്ലോ വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ ആയിരുന്നു എന്ന് വിചാരിക്കാം, ഇപ്പോൾ എന്തായിരുന്നതിനെ പൊക്കിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം ജസ്റ്റിസ് ഫോർ ഡാഷ് എന്ന് പറഞ്ഞ് വന്നേനല്ലോ. ഇതെന്തുകൊണ്ടാണ് ഒരാളും ഇതിന്, ഞാൻ പറയുന്നത് യൂട്യൂബിലും ഇൻസ്റ്റയിലുമല്ല, മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടേ? എന്ത് ജസ്റ്റിസ് എല്ലാവർക്കും ഒരുപോലെ ബാധകമല്ലേ? ആണിനും പെണ്ണിനും ജസ്റ്റിസ് വേണ്ടേ? ഈ ഒരു വിഷയത്തിൽ രഞ്ജീഷിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? തെറ്റുണ്ടെങ്കിൽ തന്നെ അയാൾ മരിക്കാൻ മാത്രം തെറ്റുണ്ടാവുമോ? സ്വന്തം കുഞ്ഞിനെ 5-8 വർഷം ഭാര്യ ഉപേക്ഷിച്ച് പോയിട്ടും പൊന്നുപോലെ വളർത്തിയ മനുഷ്യൻ്റെ റീൽസ് കാണുമ്പോണ്ടല്ലോ ഭയങ്കര പോസിറ്റീവ് എനർജി തോന്നണം. നമ്മുടെ മനസ്സിലേക്ക് പുള്ളിയുടെ കണ്ണുകളും പുള്ളിയുടെ ചിരിയും ഒക്കെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുകയാണ്. ആ വ്യക്തി ഒരു സുപ്രഭാതത്തെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടായിരിക്കും ഇനി ജീവിക്കേണ്ടെന്ന് മനുഷ്യൻ വിചാരിക്കണമെങ്കിൽ എന്തായിരിക്കും റീസൺ? ആ കുഞ്ഞിനെ കൊണ്ടുപോയതായിരിക്കില്ലേ? അഥവാ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അത് പുറം ലോകം അറിയണം. ഓക്കെ, കുഞ്ഞിനെ കൊണ്ടുപോയി കുഞ്ഞിൻ്റെ ഉടമസ്ഥത കോടതി ഉത്തരവോടുകൂടി ഏറ്റെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ആ കുഞ്ഞിനെ പറ്റിയുള്ള ആശങ്കയും ആ മനുഷ്യനുണ്ടാവില്ലേ? നമ്മുടെ ഒരു സിസ്റ്റം മാറണം. തെളിവാണ് സിസ്റ്റത്തിന് വേണ്ടതെങ്കിൽ തെളിവ് കൊണ്ടുവരണം എത്രയും പെട്ടെന്ന്. ഇതുപോലെ ഒരു സ്ത്രീ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീ എന്ത് തെറ്റ് ചെയ്യുന്നവളായാലും അവളുടെ ഭാഗത്ത് നിൽക്കുന്ന നിയമവ്യവസ്ഥ മാറണം. എല്ലാവർക്കും നിയമം ഒരുപോലെ ആകണം. സ്ത്രീക്ക് പ്രിവിലേജ് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ചില ഏരിയയിൽ ചില സന്ദർഭങ്ങളിൽ സ്ത്രീക്ക് പ്രിവിലേജ് വേണം. അതേപോലെ തന്നെ പുരുഷനും പ്രിവിലേജ് വേണ്ട സന്ദർഭങ്ങളുണ്ട്. അത് മനസ്സിലാക്കണം. പിന്നെ ജസ്റ്റിസ് ഫോർ രഞ്ജീഷ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ അർഷീദ് എന്ന് പറഞ്ഞൊരു കുഞ്ഞ് കൊല്ലപ്പെട്ടിരുന്നു 1-2 മാസങ്ങൾക്ക് മുമ്പ്. അർഷീദ് എന്ന് പറഞ്ഞൊരു ബേബി, 1.5 വയസ്സുള്ള മോൻ കൊല്ലപ്പെട്ടിരുന്നു. ആ ബേബിയുടെ അച്ഛനും ആത്മഹത്യ ചെയ്തതാണ്. ഇതേപോലെ അമ്മ വേറെ ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പ് സ്ഥാപിച്ച് ഉപേക്ഷിച്ച് പോയതിൻ്റെ പേരിൽ ആ പയ്യൻ ആത്മഹത്യ ചെയ്തു. അവരും സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ല ഇവിടെ റീസണ്. ഓക്കെ, എക്സ്ട്രാ മറൈറ്റൽ അല്ലെങ്കിൽ എന്താ പറയുക, ചീറ്റിങ്, അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. എന്നിട്ട് ആ കുഞ്ഞിനെ അവർ ഈ പറയുന്ന അമ്മയും അമ്മയുടെ കാമുകൻ അല്ലെങ്കിൽ രണ്ടാനച്ഛനും ചേർന്ന് ഏറ്റെടുക്കുക. അവർ അതിനൊരു ബാധ്യതയാണെന്നുകൊണ്ട് അതിനെ കൊന്നങ്ങ് കളയുക. അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത്? കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. ഇത് ആദ്യത്തെ സംഭവം അല്ല അർഷിദിൻ്റേത്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലൊരു സ്ത്രീ, നല്ല വിദ്യാഭ്യാസവും നല്ല കുടുംബ പശ്ചാത്തലവും ഉള്ളൊരു സ്ത്രീയുടെ ഭർത്താവ് മരിക്കുന്നു. അത് ആത്മഹത്യയല്ല, പക്ഷേ ഒരു കൊലപാതകമാണെന്ന് സംശയിക്കേണ്ട ഒരു മരണമായിരുന്നു. പക്ഷെ ആരും അതിലേക്ക് ചൂഴ്ന്നിറങ്ങി പോയിട്ടില്ല. അന്നത് കേൾക്കുമ്പം ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അന്ന് കേൾക്കുമ്പം ഭയങ്കര വിഷമം തോന്നിയൊരു ന്യൂസ് വന്നു. അവരുടെ 2 കുട്ടികളുടെ മൂത്തവൻ, അന്ന് അവന് 5 വയസ്സേ ഉള്ളൂ, രാത്രിയിൽ അമ്മയും കാമുകനും കൂടെ നൈറ്റ് സവാരിക്ക് പോകുന്നു. രാത്രി സവാരിക്കും രാത്രി എൻജോയ് ചെയ്യാനും പോകുന്നു. ആ പോകുന്ന സമയത്ത് ഈ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, 5 വയസ്സും 3 വയസ്സോ 2.5 വയസ്സോ അങ്ങനെ വേണ്ട, 2 കുഞ്ഞുങ്ങൾ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അവർ തിരിച്ചു വന്നപ്പോൾ ഇളയ കുട്ടി സോഫയിൽ മൂത്രമൊഴിച്ചു. ഉറക്കത്തിൽ കുഞ്ഞുങ്ങൾ മൂത്രമൊഴിക്കുമല്ലോ, മൂത്രം ഒഴിച്ചെന്ന് പറഞ്ഞ് മൂത്ത 5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ അയാൾ എറിഞ്ഞു കൊന്നു. ഭിത്തിയിൽ എറിയോ കാലെ പിടിച്ച് അടിക്കുകയോ ചെയ്തു. അവൻ്റെ തലയൊട്ടി പൊട്ടി ആ കൊച്ചു മരിച്ചു. ഒരമ്മ എന്ന നിലയിൽ എനിക്കതൊക്കെ ഇപ്പോഴും പെയിനാണ്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ തന്നെ നമുക്കതൊന്നും ഒരിക്കലും, എൻ്റെ മരണത്തോളം അത് മറക്കാൻ പറ്റാത്തത്ര പെയിൻ എനിക്കുണ്ട്.
അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തിയതായിട്ട് എൻ്റെ അറിവിലില്ല. അയാളെ അന്ന് അറസ്റ്റ് ചെയ്തു. പക്ഷേ ആ സ്ത്രീയെ അന്ന് നിയമം വെറുതെ വിട്ടു. എന്തിന്? അവരെ വെറുതെ വിട്ടു. എനിവേ, അതും എന്തായിരുന്നു, അച്ഛൻ മരിച്ചു, കുഞ്ഞിനെ ബാധ്യതയാകും എന്ന് കണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ബാധ്യതയായി കണ്ടോ അവർ കൊന്നു കളഞ്ഞു. അർഷിദിനെയും കൊന്നു കളഞ്ഞു. അതുപോലെ 1-2 കേസുകളൊന്നുമില്ല, നിരവധി കേസുകൾ. അതേ കേരളത്തിലാണ് ഇന്ന് ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോയ ഒരു സ്ത്രീ അവളുടെ കാമുകനെയും കൊണ്ട് വന്ന് ഒരു കുഞ്ഞിൻ്റെ അവകാശം ചോദിച്ചപ്പോൾ കോടതി വിട്ടുകൊടുത്തത്. ഇതിൻ്റെ ഒരു, നമ്മൾ ആരെ വിശ്വസിക്കണം? നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിക്കണോ? പോലീസിനെ വിശ്വസിക്കണോ? നമ്മൾ ആരിൽ ആശ്രയിക്കണം? ജസ്റ്റിസ് ഫോർ രഞ്ജീഷ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ജസ്റ്റിസ് ഫോർ ദാറ്റ് ബേബി, എനിക്ക് അവൻ്റെ പേരറിയില്ല, ആ കുഞ്ഞിന് വേണ്ടിയും കൂടെ നിങ്ങൾ ക്യാമ്പയിൻ നടത്തണം. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം. അവന് വേണ്ടി നിങ്ങൾ ശബ്ദം ഉയർത്തണം. ചൈൽഡ് ലൈൻ അധികൃതരോടും മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ നമ്മുടെ ആർക്കൊക്കെ പരാതി കൊടുക്കാവോ, ഏതൊക്കെ കോടതിയിലോ ഏതൊക്കെ വാതിലുകൾ മുട്ടാവോ അവിടെയൊക്കെ പോയിട്ട് ആ കൊച്ചിന് വേണ്ടിയിട്ടും കൂടെ നീതി മേടിച്ചു കൊടുക്കണം. അവനിപ്പോൾ ഇനി അവരുടെ കയ്യിൽ സുരക്ഷിതനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കുന്നത് പോലെയാണ്. അവനൊരു പിഞ്ചു കുഞ്ഞാണ്, 8 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ അവന്. അവൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ മുഖത്ത് ഉമ്മ വെച്ചിട്ട് അവസാനത്തെ ചുംബനം നൽകിയിട്ട് അവൻ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ്റെ ആ മനസ്സിലത് കയറി വന്നിട്ടുണ്ട്. എന്നാലും അവൻ നിസ്സഹായനാണ്, അവൻ കുഞ്ഞാണ്. അവൻ വളർന്ന് അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നവരെ അവനെ ആരെങ്കിലും ടേക്ക് കെയർ ചെയ്യണം. അതിന് ക്യാപ്പബിളായിട്ട് അവനെ സ്നേഹിക്കുന്ന ആൾക്കാർ വേണം, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വേണം. എന്തായാലും അവളുടെ കയ്യിലേക്ക് ആ കൊച്ചിനെ ഇനി വിട്ടുകൊടുക്കരുത്. അതൊരു അപേക്ഷയാണ്. രഞ്ജിത്തിനോടുള്ള നിയമപരമായിട്ടുള്ള നീതി മേടിച്ചു കൊടുക്കുന്നതിനൊപ്പം ഈ ഒരു വിഷയം കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇത് ശരിയെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ സ്വന്തമായൊരു വീഡിയോ എടുത്തിട്ട് ഒരു ക്യാമ്പയിൻ തുടങ്ങുക. ഇങ്ങനെ ഇനി സംഭവിക്കരുത്. ഇത് നാളെ നമ്മൾ ആ കുഞ്ഞിനെ ഇവർ കൊന്നു കളഞ്ഞു എന്ന് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ കുഞ്ഞിൻ്റെ പേര് വെച്ച് ജസ്റ്റിസ് ഫോർ തുടങ്ങും. എന്നിട്ട് വല്ലതും സംഭവിക്കാൻ പോകുന്നോ? നാളെ വീണ്ടും അത് സംഭവിക്കും. ഇങ്ങനെ കല്യാണം കഴിച്ച സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ വേറൊരു ബന്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ കുറ്റവാനാണ് അല്ലെങ്കിൽ കുറ്റവാളിയാണെന്നുള്ള ഒരു നിയമം വരണം. അവരെ ശിക്ഷിക്കാനുള്ള ഒരു വകുപ്പുണ്ടാക്കണം. അല്ലാതെ അതവരുടെ ഫ്രീഡമായിട്ട് കാണരുത്. അവർക്ക് പോകണമെങ്കിൽ പൊക്കോട്ടെ. അങ്ങനെ പോകുന്നവർ ഒരിക്കലും മക്കളുടെ മേലെ അവകാശം സ്ഥാപിക്കരുത്. അങ്ങനെ പോകുന്നവർ ഡിവോഴ്സ് വാങ്ങി നിയമപരമായിട്ട് പോകട്ടെ. അല്ലാതെ അഡൾട്ടറി, വ്യഭിചാരം ന്യായീകരിക്കപ്പെടരുത്. നമ്മുടെ രഞ്ജീഷിൻ്റെ ചിരിയും രഞ്ജീഷിൻ്റെ ആ ഒരു കണ്ണുകളും അത് മറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കുഞ്ഞിന് വേണ്ടിയും കൂടെ പ്രവർത്തിക്കണം. ഞാൻ ഒരു അഡ്വക്കേറ്റ് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഒത്തിരി നന്ദിയുണ്ട്. ഇത് പണ്ട് നമ്മുടെ ഗോവിന്ദചാഗമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആളൂർ ഇറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ജസ്റ്റിസിന് വേണ്ടി ഒരാൾ ഇറങ്ങുന്നില്ല എന്ന്. ഇന്നൊരാൾ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് ഒന്ന് ഈ ന്യൂസ് എത്തിക്കണം. അദ്ദേഹം ഈ കുഞ്ഞിന് വേണ്ടി കൂടെ കുഞ്ഞിൻ്റെ കസ്റ്റഡിയിൽ ഒരു തീരുമാനമാക്കാനും കൂടെ പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും, എനിക്കിപ്പം മരിച്ചുപോയ സൂയിസൈഡ് ചെയ്ത രഞ്ജീഷിന് വേണ്ടി നീതി നടപ്പാക്കി കൊടുക്കുന്നതിലുപരി ഈ കുഞ്ഞിൻ്റെ കസ്റ്റഡി, കുഞ്ഞിനെ പറ്റിയിട്ട് ഒരാശങ്കയുണ്ട്. കുഞ്ഞിൻ്റെ കസ്റ്റഡിയും കൂടെ രഞ്ജീഷിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതിയാണത്. കുഞ്ഞിനെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞാണ് ബാക്കിയെല്ലാം. അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് അപേക്ഷയുണ്ട്. പിന്നെ ഈ രഞ്ജീഷിൻ്റെ ആദ്യത്തെ ആളല്ല. എല്ലാവരും വീഡിയോ കാണും, എല്ലാവരും കമൻറ്റ് ചെയ്യും. പക്ഷേ ആരും എന്താ പറയുക, പ്രതികരിക്കുക. ഓരോരുത്തരും പ്രതികരിക്കുക. എല്ലാവരും പ്രതികരിച്ചാൽ നാളെ എനിക്ക് 2 ആൺകുട്ടികളാണ്. അതുപോലെ നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ സഹോദരൻ, അച്ഛൻ, ഭർത്താവ്, മക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ. ഇവർക്കൊക്കെ നാളെ ഇത് വന്നുകൂടായികയില്ല. ഒരു പെണ്ണെന്ത് വൃത്തികേട് കാണിച്ചാലും അവൾക്കൊരു പ്രിവിലേജ് കിട്ടുന്ന ഒരു സിസ്റ്റം മാറണം. അതിനൊരു കമ്മീഷൻ വരണമെങ്കിൽ വരണം. ഭയങ്കര വിഷമം തോന്നുന്ന ഒരു വിഷയമാണിത്. എനിക്ക് എന്താ പറയുക, നമ്മുടെ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ അത്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് മാക്സിമം ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇനി നാളെ ആ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു എന്ന് നമ്മൾ കേൾക്കാൻ ഇടവരരുത്.